പ്രേക്ഷകരായിരുന്ന സിനിമ കാണുമ്പോൾ നമ്മൾ കൈയടിക്കുകയും കരയുകയും രോഷം കൊള്ളുകയും ചെയ്യുന്നത് അഭ്രപാളിയിൽ നാം നമ്മെ തന്നെ കാണുന്നതിനാലാണ്. സിനിമയിൽ കാണുന്ന സ്ത്രീകൾ ജീവിത വഴികളിൽ നാം കണ്ട് പരിചയിച്ചവരിൽ നിന്ന് ഏറെ അകലെയാണ്. പക്ഷേ ഈ ധാരണകൾക്ക് ഒരുപാട് തിരുത്തുണ്ടായ വർഷമാണ് 2017. അവൾ എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട വർഷമാണ് 2017. മലയാള സിനിമയിൽ സ്ത്രീ ചലനം കൊണ്ട് ചരിത്രം കോറിയ വർഷം. ഇനിയും ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവരുത്, അത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു കുടുംബം പോലെ നമ്മളൊരു ഐക്യദാർഢ്യം ഇന്ന് നമ്മളെല്ലാം സുഹൃത്തുക്കളെ പോലെയാണ്. നമ്മളെല്ലാം അത്രമാത്രം സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയുന്നവരാണ്. നമുക്കിടയിൽ ഇത്തരം ക്രിമിനലുകൾ നുഴഞ്ഞു കയറാനുള്ള യാതൊരു സാധ്യതയുമില്ലെന്ന്. പക്ഷെ അതുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തരുന്നൊരു ആപൽ സൂചന തന്നെയാണ്. ഞങ്ങളുടെ സഹോദരിക്ക് പറ്റിയ ഈ ദുരന്തത്തിൽ അവരുടെ വേദനയോടൊപ്പം, അവരുടെ ദുഃഖങ്ങളോടൊപ്പം, അവരുടെ പ്രയാസങ്ങളോടൊപ്പം ഞങ്ങൾ അണിചേരുകയാണ്. ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. നീ ഈ സമൂഹത്തിൽ ഒറ്റയ്ക്കല്ല. നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹം നിന്റെ ഒപ്പമുണ്ട്. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം മലയാളിയുടെ മനസ്സിൽ നീറിപ്പിടിച്ച പ്രസംഗങ്ങളാണിവ. മലയാള സിനിമയെ രണ്ട് വൻ മതിലുകളുടെ ഇരുപുറങ്ങളിലേക്ക് ചേർത്തത് ദാരുണമായ ഒരു സ്ത്രീ പീഡനമാണ്. ഇരയ്ക്കൊപ്പമെന്ന് ആദ്യം പരസ്യമായി പറഞ്ഞവർ പിന്നീട് വേട്ടക്കാരനെന്ന് സംശയിക്കപ്പെടുന്നയാളുടെ നീതിക്ക് വേണ്ടി കൂട്ട നിലപാടുകൾ എടുത്തു. അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ആണ്. സംഘടനയുടെ മെയിൻ ആൾ ഇവിടെ വന്ന് പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്താണ്? സിനിമയിലെ ആണധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതിന് തൊട്ടുമുമ്പ് ഒരു സ്ത്രീ ചലനം രൂപപ്പെട്ടിരുന്നു, വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. വളരെ ജൈവികവും സ്വാഭാവികവുമായിരുന്നു അവരുടെ ഒരുമിക്കൽ. WCCക്ക് കൃത്യമായ കുറേ ഡ്യൂട്ടികളുണ്ട്, ചെയ്യേണ്ടതായിട്ടുള്ള കുറേ പണികളുണ്ട്. അത് ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കഠിനാധ്വാനം കുറേ ആവശ്യമുണ്ട്. അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. സിനിമയിൽ ഉള്ള സ്ത്രീ തുടക്കം മുതൽ നമ്മൾ പറയുന്ന പോലെ ഒരു പരാതിപ്പെടാൻ പോലും ഒരു പാനലില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും കാര്യങ്ങൾ മാറണം. മറ്റെല്ലാ തൊഴിലിടങ്ങളിലും പോലെ സിനിമയെയും നമ്മൾ പരിഗണിക്കണം. കാര്യങ്ങൾ അങ്ങനെ യു ക്യാൻ ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. അത് സിനിമ ആയതുകൊണ്ട് അത് പോട്ടെ എന്ന് വെക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു പലരും, എല്ലാ സംഘടനകളും, സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകളൊക്കെ ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ട് കൈകോർക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ IFFK-ക്കിടയിൽ നമുക്ക് കാണാൻ പറ്റിയത്. എല്ലാതരം സഹായ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഡയലോഗുകൾ സാധ്യമായിരുന്നു. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ പറ്റുന്നത്. നോട്ടീസ് ഇറക്കാതെയും യോഗം വിളിക്കാതെയും ഒരുമിച്ച് ഒരു നിലപാട് തറയിലെത്തിയവർ. പല തരത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും, എല്ലാ തൊഴിൽ മേഖലകളിലും ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റ് മെക്കാനിസം, സെക്ഷൽ ഹരാസ്മെൻറ്റ് തടയുന്നതിനുള്ളൊരു മെക്കാനിസം വർക്ക് ചെയ്യുമ്പോൾ ഈ സിനിമാ മേഖലയിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു റിഡ്രസൽ ഗ്രിവൻസ് സെല്ലില്ലാത്തത്. അപ്പോൾ നിർബന്ധമായും ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി എല്ലാ സിനിമാ യൂണിറ്റുകളും നിർബന്ധമാക്കണമെന്നുള്ള പ്രാഥമികവും പ്രധാനവുമായ ആവശ്യമാണ് നമ്മൾ സർക്കാരിനോട് നടത്തിയത്. ഇതൊന്നും ചെയ്യുന്നത് ആർക്കും എതിരെയായിട്ടോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറിക്കാനായിട്ടോ അല്ല. സിനിമ എന്ന് പറയുന്നതും ഏത് വർക്കിംഗ് സ്പേസ് ആയാലും സൊസൈറ്റി എന്നുള്ള നിലയിലും എല്ലാ ജെൻഡേഴ്സും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ അതൊരു ഹെൽത്തി സൊസൈറ്റിയായി മാറുള്ളൂ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ഈ ഒരു വോയിസിങ്ങിന് നമ്മളൊരു ഈ കൂട്ടായ്മ തുടങ്ങിയത്. വളരെ ദുരന്തപൂർണമായ പ്രശ്നങ്ങളിൽ നിന്നാണ് ചിലപ്പോൾ മലയാള സിനിമയിൽ വളരെ കരുത്താർന്ന ഒരു കൂട്ടായ്മ ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. WCC പോലുള്ള
ഒരു സംഘടന മലയാള സിനിമയിൽ വന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു പുത്തനുണർവിൻ്റെ ഒരു തുടക്കമാണ്. അതിനകത്ത് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. കാരണം സിനിമ എപ്പോഴും പുരുഷന്മാരുടെ പിന്നാലെ, പ്രത്യേകിച്ച് നായകന്മാരുടെ പിന്നാലെ പ്രധാനമായും ചുറ്റിത്തിരിയുന്ന ഒരു മേഖലയാണല്ലോ. നായകന്മാരാണ് സിനിമയുടെ മേധാവികൾ എന്ന് നമുക്ക് പറയാവുന്നത്. ആ മേഖലയിൽ തങ്ങളുടെ കാര്യങ്ങൾ പറയാനും തങ്ങൾക്ക് നഷ്ടപ്പെടുന്ന, തങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ വരുന്ന ചില അവസരങ്ങളിലൊക്കെ അത് പറയാനുള്ളൊരു സംഘടന ഉണ്ടായി എന്നുള്ള നിലയ്ക്ക് WCCയെ സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. പുരുഷ തിരക്കഥാകൃത്തുക്കൾ എഴുതി നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടനു മുമ്പാകെ പലകുറി വായിച്ചു കേൾപ്പിച്ച് മുൻകൂർ അനുമതിയും തിരുത്തലും വരുത്തിയ തിരക്കഥകളിലെ ഡയലോഗുകൾക്ക് മാത്രം ശബ്ദം കൊടുത്തിരുന്ന നടിമാരെ കണ്ടു പരിചയിച്ചിരുന്നവരാണ് നമ്മൾ. അഭിനയിച്ച രംഗങ്ങളിലെ ഡയലോഗുകളിൽ ഒരു തിരുത്തൽ വരുത്താൻ പോലും കഴിയാതിരുന്നവർ. നായകനൊപ്പം ആടാനും പാടാനും മാത്രമുള്ളവളാണ് സ്ത്രീയെന്ന് നമ്മുടെ തിരക്കഥാകൃത്തുക്കളും സംവിധായകരും ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത്തരം ഉദ്ഘാടനങ്ങൾക്ക് പോയിരുന്നവർ, വനിതാ മാസികകളിൽ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചിരുന്നവർ. ഇവർക്കിടയിൽ WCC ഉണ്ടാക്കിയ ചലനം ചെറുതല്ല. തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നീതി വേണമെന്ന് മറയില്ലാതെ അവർ ഉറക്കെ പറഞ്ഞു. ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടത് എന്താണ്, സ്ത്രീകൾക്ക് ആവശ്യം എന്താണ്, പലപ്പോഴും അത് വ്യക്തികൾക്ക് പറയാൻ സാധിക്കില്ല. അതൊരു സംഘടനയിലൂടെ വരേണ്ടത്. അത് വന്നാൽ എപ്പോഴും അത് നല്ല കാര്യമാണ്. സംഘടനകൾക്ക് മാത്രമേ അത് ചെയ്തു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്നത് വേണം ഒരു ലൊക്കേഷനിൽ എന്ന് നിഷ്കർഷിക്കാൻ, നിയമമുണ്ടാക്കാൻ ഒക്കെ തന്നെ ഒരുമിച്ച് നിൽക്കുന്നവർക്ക് സാധിക്കും. സിനിമയിലെ താരാധിപത്യത്തിന്റെയും ആണധികാരത്തിന്റെയും ഒറ്റവാക്കായ അമ്മ എന്ന സംഘടനയ്ക്ക് നേരെ ചൂണ്ടുവിരൽ ഉയർത്താൻ ധൈര്യമില്ലാതിരുന്ന നടിമാർ കൊച്ചിയിൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞിറങ്ങിയപ്പോൾ പ്രതികരിച്ചത് ഉറച്ച ശബ്ദത്തിലായിരുന്നു. മലയാള സിനിമാ ലോകം ഇന്ന് വരെ കേൾക്കാത്ത കനമുള്ള ശബ്ദം. ജസ്റ്റിസിന് വേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. അതുമാത്രമല്ല, പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാ രീതിയിലുള്ള വിശ്വാസ്യതയുണ്ടായിരുന്നു. സത്യം ജയിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും പോലെ വല്ലാത്തൊരു ഇമോഷനിലാണ് ഞാനും ഉള്ളത്. മാക്ടിക്കും ഫെഫ്റ്റിക്കും അമ്മയ്ക്കും ഞങ്ങൾ ലെറ്റർ അയച്ചിരുന്നു. ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഞങ്ങൾ കൊടുത്ത ലെറ്റർ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. അവരിത് കൃത്യമായി പഠിച്ചിട്ട് എല്ലാ രീതിയിലുള്ള പിന്തുണയും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. തെരുവു നായയുടെ കടിയേറ്റവരാരും തലയിൽ മുണ്ടിട്ട് ഒളിച്ചു നടക്കാറില്ല. കടിയേറ്റ നായയെ നാട്ടുകാർ തല്ലിക്കൊല്ലുകയാണ് ചെയ്യുക. എന്നാൽ ഓരോ പീഡനത്തിനും ശേഷം ഇരവൽക്കരിക്കപ്പെടുന്ന പെൺകുട്ടികൾ ഭയത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ ഇരുട്ടറകളിലേക്ക് സ്വയം ഒതുങ്ങുന്നതായിരുന്നു മുന്നനുഭവം. എന്നാൽ 2017 മറ്റൊരു കാഴ്ചയാണ് കണ്ടത്. പീഡിപ്പിക്കപ്പെടുന്ന പെണ്ണ് ആരായാലും അവൾ ഇരയായി മാറുന്നു. എല്ലാം നഷ്ടപ്പെട്ടവളെന്ന ഇരപ്രയോഗം അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. സഹതാപത്തിൻ്റെ കണ്ണുനീർ മടിയില്ലാതെ ഒഴുക്കുമ്പോഴും അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവളെ ബോധ്യപ്പെടുത്താൻ പക്ഷേ നമുക്ക് കഴിഞ്ഞിട്ടേയില്ല. സിനിമ തിരക്കഥയെ വെല്ലുന്ന രീതിയിൽ നടി ആക്രമിക്കപ്പെട്ടപ്പോഴും ആദ്യം ഉയർന്നത് ഇര എന്ന സഹതാപ വാക്ക് തന്നെ. എന്നാൽ സിനിമയിലെ പെൺകൂട്ടായ്മ ഉയർത്തിയ പ്രതിഷേധത്തിൽ ഇര എന്ന വാക്ക് അലിഞ്ഞില്ലാതെയായി. ഇരയായിട്ടാണ് തുടങ്ങാൻ പറ്റുള്ളൂ. ഇരയാവുന്നവരാണ് സർവൈവേഴ്സ് ആവുന്നത്. സർവൈവർ ആവുന്നതാണ് മാറ്റം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഒരു മൂവ്മെന്റ് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ചലനങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്യുക ചെയ്തത്. അത് എല്ലാ നിലയ്ക്കും പോസിറ്റീവാണ്. അതിൻ്റെ റെപ്ലിക്കേഷൻസ്, അതിൻ്റെ അലയൊലികൾ കേട്ടുകൊണ്ടേയിരിക്കും. അത് പെട്ടെന്ന് അവസാനിക്കുന്ന ഒന്നല്ല. അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അതിനെ ശക്തിയുക്തം വേണമെങ്കിൽ എതിർക്കാം, തോൽപ്പിക്കാൻ ശ്രമിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല, റദ്ദാക്കാൻ പറ്റുകയില്ല. അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. താൻ ഇനി സ്ത്രീവിരുദ്ധ സിനിമകളിൽ അഭിനയിക്കില്ല എന്ന ഉറപ്പുമായി പൃഥ്വിരാജ് വന്നത് ഈ കൂട്ടായ്മക്കാർക്ക് ലഭിച്ച വലിയ പിന്തുണയായി. അവൾക്കൊപ്പം വന്ന ഹാഷ്ടാഗ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ ഇര അവളായി മാറി. ഒരുപക്ഷെ ആക്രമിക്കപ്പെടുന്ന സ്ത്രീക്ക് കേരളം ആദ്യമായി നൽകിയ അംഗീകാരം. അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഒരു തെരുവ് നായ കടിച്ചിട്ട് പോയതുപോലെ കാണേണ്ട വിഷയമാണിതെന്നും ആദ്യമായി നമ്മൾ പറഞ്ഞു ശീലിച്ചു. അവൾക്കൊപ്പം എന്ന് പറഞ്ഞൊരു ഹാഷ്ടാഗ് കൊണ്ടുവന്നതിന് WCCയോട് നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം അവർ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ്, അത് സമൂഹം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നു. അതുതന്നെയാണ് 2012 മുമ്പും പിമ്പും എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം. 2012 ശേഷമുള്ള ഒരു മാറ്റമാണ്. കാരണം സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന അവരുടെ തെറ്റുകൊണ്ടല്ല എന്ന് സമൂഹം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു.
സ്ത്രീകൾക്ക് ശരീരമുള്ളതിൻ്റെ പേരിൽ, സ്ത്രീകൾക്ക് പ്രത്യേക തരത്തിൽ അവളുടെ ശരീരം ദൈവവകനെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ അവളെ ആക്രമിക്കപ്പെടുന്നതും അവളെ കളിയാക്കുന്നതും ഒന്നും ശരിയല്ല എന്നും ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണ് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഹോളിവുഡ് നിർമ്മാതാവ് ഹാർവി ഹെയിൻസ്റ്റൈനെതിരായ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് മീടു ഹാഷ്ടാഗ് ലോകം മുഴുവൻ തരംഗമായത്. അലീസ മിലാനോ തുടങ്ങിവച്ച മീടു ഹാഷ്ടാഗ് ക്യാമ്പയിൻ വൈറലായതോടെ നിരവധി സ്ത്രീകളാണ് തങ്ങൾക്ക് നേരിട്ട പീഡനം പങ്കുവച്ച് രംഗത്തു വന്നത്. ഇത് ആൺകോയ്മയ്ക്ക് നേരെ വിരൽ ചൂണ്ടാൻ മലയാള സിനിമയ്ക്കും കരുത്തു നൽകിയെന്ന് പറയാതെ വയ്യ.